ആ പാരിജാതനോട് ഇതൊക്കെ മാറ്റിട്ട് പുതിയ ഓസ് മേടിക്കാൻ പറഞ്ഞ. എന്തോ അങ്ങനത്തെ അതെ ആ കമ്പിയൊന്നും കയറണ്ട കാലിൽ നോക്കോ. ഇന്ന് വരുമോ അങ്ങനെ മലയാളി വരുമെന്ന്? ആ അവ അങ്ങനെയാ. 4 പണി ഒരുമിച്ച് പിടിച്ചിട്ട് വേണ്ട സമയത്തൊന്നും വന്നു നോക്കില്ല. ഏട്ടാ ഈ പണിയൊന്ന് കഴിഞ്ഞിട്ട് വേണം എനിക്ക് നല്ലോണം കുളിക്കാൻ. അല്ല വീടിന്റെ അകത്ത് കുളിക്കാൻ. പിന്നെ നീ പുറത്ത് നാട്ടുകാരെ കാണിച്ചിട്ടാണ് അന്ന് കുളിക്കുന്നത്? വീടിന്റെ അകത്ത് തന്നെയല്ലേ കുളിക്കുന്നത്? തമാശ പറയല്ലേ. വീടിന്റെ അകത്ത് സ്വിമ്മിംഗ് പൂള് പണിയണില്ലേ, അതിൽ കുളിക്കണ കാര്യം പറയണേ. അത് പെട്ടെന്ന് തീരുന്ന് തോന്നുന്നില്ല. മണല് കിട്ടല്ലേടി? മണല് കിട്ടാനില്ലേ? ഒരു അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ വിചാരിച്ച കിട്ടാത്ത മണലുണ്ടോ ഈ ലോകത്ത്? അങ്ങനെ കുറെ പേര് വിചാരിച്ചോണ്ടില്ല ഈ വീട് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ആയത്. ഏട്ടന് ഞാൻ ഒരു ഐഡിയ പറഞ്ഞിട്ടെ. ഇപ്പോഴാണെങ്കിലും നടക്കും. ഒരു 10 വലിയ ടൂറിസ്റ്റ് ബസ് നോക്കി പിടിക്കുക. ഒരാഴ്ചയോടെ ഈ പണി തീരും. ഉണ്ടാതിരിക്കണ ആൾക്കാർ കേട്ടു. അതൊക്കെ മനസ്സ് കണ്ടിട്ട് തന്നെയാണ് നടക്കണത്. എല്ലാം കണ്ടില്ലേ? പൂവല്ലേ? എനിക്ക് പോണം. അതെ ഈ കൊല്ലെങ്കിൽ എനിക്ക് ഇതിൽ കയറി താമസിക്കാൻ പറ്റുമോ? മൂപ്പര് മൈൻഡ് ഒന്നും ചെയ്യണില്ലേ. അല്ല നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. പാരിജാതനെ പറഞ്ഞാൽ മതി. ഒന്ന് വേഗം സ്പീഡാക്കിട്ടാ. നമ്മൾ ചോദിക്കുമ്പോ തിരക്കിട്ട പണിയില്ല. ഇതൊന്നും മൈൻഡ് ചെയ്യില്ല എന്ന് കാണിക്കാൻ വേണ്ടിട്ട്. എലി ബംഗാളികളാണ്. അവർക്കുണ്ടോ മലയാളം അറിയിക്കേണ്ടി വന്ന. നമുക്കൊരു 45 കുട്ടികൾ കാണും. ഇല്ല മൈസൂര് നമ്മളൊരു ദിവസം പോകുന്നു, മൈസൂര് തങ്ങുന്നു, അടുത്ത ദിവസം തിരിച്ചു പോരും. അത്രേ ഉള്ളൂ, ചെറിയ ടൂറ്. ഞാൻ അവിടേക്ക് ഇറങ്ങിയതാണേ. അപ്പൊ നോക്കുമ്പോൾ വഴിയിൽ ഭയങ്കര ബ്ലോക്ക്. അപ്പൊ കുറച്ച് സാധനങ്ങൾ വീട്ടിൽ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി ഇറങ്ങിയതാ. എന്തായാലും ഞാനൊരു കാര്യം, ഞാൻ അങ്ങോട്ട് വരാം, നമുക്ക് നേരിട്ട് സംസാരിക്കാം. ശരി. എന്തായാലും കേട്ടോ ഭയങ്കര ബ്ലോക്കാണല്ലോ. അത് RTOയും പോലീസുകാരും വാഹന പരിശോധനയാന്ന് കുറേ സമയമായി തുടങ്ങിയിട്ട്. എന്താ ഇങ്ങനെ പെട്ടെന്നൊരു പരിപാടി? അതറിയില്ലേ, ബസ് അപകടം. ഇങ്ങനെ എന്തെങ്കിലും സംഗതികൾ വന്നാൽ മാത്രമല്ലേ ഇവരൊക്കെ പുറത്തേക്ക് ഇറങ്ങൂ. അതെ, അത് കുറെ ആള് മരിക്കണം. ഇനിയിപ്പോ ഞാനൊരു കാര്യം പറയാം. ഇവിടെ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ ഭക്ഷ്യവിഷബാധ ഉണ്ടായി നോക്കാം. ഇന്ന് കേരളത്തിലെ എല്ലാ ഹോട്ടലും പൂട്ടിക്കാൻ നടക്കും. എന്നാൽ ആ വാർത്ത കഴിഞ്ഞാണ്ടല്ല പിന്നെ ആരും തിരിഞ്ഞു നോക്കൂല. അതാണ്. ഇതെത്രയാ? ഇത് 50 റുപ്യ. മാഷ് ടൂറിന്റെ കാര്യം പറഞ്ഞിട്ട്. ഞാൻ കുട്ടികളായിട്ടേ ടൂറ് പോണം മൈസൂരിൽ. അപ്പൊ അതിന്റെ വണ്ടി ഏൽപ്പിക്കുന്ന കാര്യത്തിന് ഇറങ്ങിയതാ. സത്യത്തിൽ ഈ സമയത്ത് കുട്ടികളെ കൊണ്ട് ടൂറിന് പോകുന്നത് അപകടമല്ലേ? എന്താ പാടം? ഇപ്പൊ ഒരു അപകടം നടന്നേലില്ലല്ലോ. എന്റെ രാഘവേട്ട, ഒരു അപകടം സംഭവിച്ചു എന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ ആർക്കും ടൂറ് പോകണ്ട, യാത്ര ചെയ്യണമെന്നില്ലല്ലോ. അല്ല എന്നാലും ഒരെന്നാലും ഇല്ല രാഘവേട്ട. കുട്ടികൾക്ക് പോയി ക്ലാസ് റൂമിന്റെ ഉള്ളിലുള്ള പഠനം മാത്രം പോരല്ലോ. കുട്ടികൾ നാടും കാണണം. ചരിത്രപരമായിട്ടുള്ള പല സ്ഥലങ്ങളുണ്ട്, അതൊക്കെ അവരെ കൊണ്ടുപോയിട്ട് കാണിക്കണം. അപ്പോഴൊക്കെയാണ് ഇവരെ പഠനം പൂർത്തിയാവുള്ളൂ. ഒന്നാമത് ഈ അപകടങ്ങൾ ഉണ്ടാവാനുള്ള പ്രധാന കാരണം ഡ്രൈവർമാരാണ്. അവരുടെ അശ്രദ്ധയാണ്. 2, 4, 6 ദിവസമൊക്കെ ഉറക്കൊഴിച്ചിട്ട് വണ്ടി ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുകയല്ലേ. സത്യത്തിൽ ഇവരുടെ സ്വഭാവമാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്. ഇവർ വല്ല ലഹരി ഉപയോഗിക്കുന്നവരാണോ, ലഹരി ഉപയോഗിച്ചിട്ടാണോ ഇവർ വണ്ടി ഓടിക്കുന്നത്, ഓവർ സ്പീഡിലാണോ ഓടിക്കുന്നത്, ഇതൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപകടങ്ങളെ ഉണ്ടാവില്ലല്ലോ. അല്ലാതെ ഏതെങ്കിലും ഒരു സമയത്ത് അപകടം ഉണ്ടായി എന്ന് വിചാരിച്ചിട്ട് ഈ കണ്ട ആളുകളെ മുഴുവനെ വഴിയിൽ തടഞ്ഞു നിർത്തി പരിശോധിച്ചിട്ട് എന്താ കാര്യം? സാറേ നമ്മളിത് കുറച്ച് കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്താൽ പോലെ. എന്തേ? അല്ല ഇതിപ്പോ ആര് കാണാനാ? ചാനലുകാരൊക്കെ വന്നിട്ട് ചെക്ക് ചെയ്യണല്ലോ. നല്ല നാട്ടുകാരാണല്ലോ. 1-2 ചാനലുകാരോട് പറഞ്ഞിട്ടുണ്ട്, അവര് പരിഹരിക്കാം. അല്ല നിങ്ങളുടെ കയ്യിൽ മൊബൈലില്ലേ? മൊബൈലുണ്ട്. ആ മൊബൈലിൽ എടുത്തിട്ട് വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ ഇട്ട് അങ്ങോട്ട് വൈറലാക്കിയാ പോരെ? ആളുകൾ ഇപ്പൊ അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. എന്നാലും ഇപ്പൊ ചാനലിൽ TV-യിൽ വരുമ്പോ അതൊരു ഇതല്ലേ. ചാനലിൽ വരുമ്പോ വരട്ടേന്നേ. വണ്ടി സൈഡാക്കി. എന്താണത്? കാറാണ് സാറേ. കാറാണ്. കാറാണോ? അത് ശരി. നമ്മളത് പെട്ടെന്ന് സൈക്കിളായിട്ട് തോന്നി കേട്ടോ. നമുക്കത് എന്താണ് അതിൽ എഴുതി വെച്ചേക്കുന്നത്? അത് മോസ്റ്റ് വാണ്ടഡ്. വാണ്ടഡാണ്. എന്തോരം പാട്ടാണ് വെച്ചേക്കുന്നത്? എന്ത് സൗണ്ടാണ് അത്? സൗണ്ട്
പച്ചപ്പച്ചിരി കൂടി പച്ചപ്പച്ചിരി ഒന്ന് കൂടി. പേര് എഴുതി വെച്ചേക്കണേ അത് കോളേജിന്റെ ഒരു മോട്ടോ ഷോ. ഏടാ സ്കൂൾ കുട്ടികൾ കുറെ എണ്ണം അപകടത്തിൽ പോയിട്ട് അറിഞ്ഞല്ലേ, പിന്നെ ഇതുപോലുള്ള അങ്ങനെ പഠിക്കണം. സ്കൂളിന്റെ മോട്ട് ഇവനെ പോലുള്ളവരാണ് ഈ സകല കാരണങ്ങൾക്കും പ്രശ്നമായിട്ട് സാറേ ഇപ്പോഴത്തേക്കൊന്ന് ക്ഷമിച്ച് വിട്ടേക്ക് സാറേ. എന്തോ വീട്ടിൽ അമ്മ അറിഞ്ഞ അടിക്കും സാറേ. ഓ അത് ശരി. അപ്പൊ അങ്ങനെ ഭയമൊക്കെ ഉണ്ട് നിങ്ങക്ക് അല്ലേ? ഇല്ല ഇനി വണ്ടി തരില്ല സാറേ. അതുകൊണ്ടാണ്, അല്ലാതെ ഇതൊന്നും അപകടമാണെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. അല്ല, നിങ്ങൾ എന്ത് പോക്കാടാ പോണേ മക്കളെ? നിങ്ങൾ എന്ത് പോക്കാ നിങ്ങൾ പോകുന്നത്? ഞാൻ നോക്കി തന്നെ സാറേ വണ്ടി ഓടിക്കും. ഞങ്ങൾ നോക്കട്ടെ. കൂടുതൽ സംസാരിക്കാൻ നിൽക്കരുത് കേട്ടോ. അഭ്യാസം കാണിക്കരുത്. നിങ്ങളുടെ ഈ ഭയമൊക്കെ ഏത് രീതിയിലുള്ള അഭിനയമാണെന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ശേഷിയൊക്കെ ഞങ്ങൾക്ക് ഉണ്ട്. ഇല്ല സാറേ ഇല്ല സാറേ. അതിന്റെ പേപ്പറൊക്കെ നോക്കിയേ, പേപ്പറൊക്കെ നോക്കിയേ. ക്ലിയർ അത് കൊടുക്കും. എന്താ വേണ്ടോ? മണലെത്തും. ആ കുറച്ച് കഴിയും. മണൽ കയറ്റിക്കൊണ്ടിരിക്കാന്നാ പറഞ്ഞത്. ആ കാർ പോർച്ചിന്റെ ഉള്ള സ്ഥലമില്ലേ, അവിടെ ഇറക്കിച്ചാൽ മതി കേട്ടാ. വന്ന വിളിക്ക്. ശരി. എവിടെ ചെയ്താടാ ഈ വർക്ക്? ഞാൻ തന്നെ ചെയ്യാം സാറേ. ഞാൻ തന്നെ ചെയ്യാം സാറേ. ഞാൻ വരയ്ക്കും സാറേ. ഓ സ്റ്റിക്കർ. ആർട്ടിസ്റ്റാണ്. അതെ സാറേ. അത് ശരി. സ്റ്റിക്കറിൽ വരച്ചതാ സാറേ ഇത്. സ്റ്റിക്കറിലല്ലേ? അതെ സാറേ. പെയിന്റിംഗ് അല്ല. അല്ലല്ല പെയിന്റിംഗ് അല്ല. അപ്പൊ ഇത് പറഞ്ഞു പോകില്ലേ? ഇത് പറിച്ചു മാറ്റാൻ നമുക്ക് വേറെ ഇട്ടാം. വേറെ പല കളറിലും പല ഡിസൈനിലൊക്കെ പല ഡിസൈനിലും ചെയ്യാം. അതെ സാറേ. അല്ലേ? അതെ സാറേ. ഒന്ന് പറിച്ചു നോക്കിയേ. അത് അത്യാവശ്യം വിലയുണ്ട് സ്റ്റിക്കറിന്. വിലയുണ്ടോ? അയ്യോ എന്ത് വില വരും? 6000 രൂപ ഈ സ്റ്റിക്കർ വരും. അയ്യോ 6000 രൂപ വരും അല്ലേ? നോക്കിയാ സാറേ ഉണ്ടോ, അവരെ പോലത്തെ ആൾക്കാരൊന്നും പിടിക്കാൻ. നീ നിന്റെ കാര്യം പറഞ്ഞാൽ മതി, അവരുടെ കാര്യം നോക്കണ്ട കേട്ടാ. അവരുടെ കാര്യം നീ നോക്കണ്ട. ഇതിപ്പോ 6000 രൂപ ചെലവാ അല്ലേ? വലിയ നഷ്ടം വരും. പറച്ചല്ലേ? ഇതൊന്ന് പറച്ചോ സാറേ. പറക്കടാ. നീ എന്തിനാ വെച്ചാ നോക്കി നിൽക്കുന്ന? എന്താ എനിക്കറിയില്ല സാർ. നിനക്കറിയില്ലേ? നിനക്കറിയില്ലേ? നോക്കാം. എന്നാ നോക്കിയോ. പന്നൻ. എന്താടാ ഇല്ല പന്ന സ്റ്റിക്കറാന്ന് പറഞ്ഞു സാറേ. പറിക്കാൻ പറ്റുന്നില്ല. പന്നത്തരം പറഞ്ഞ അടിച്ച് നിന്റെ പല്ലിയാങ്ങളെ. മോസ്റ്റ് വാണ്ടഡ് പിടികിട്ടാ പുള്ളി. ആരാടാ പിടികിട്ടാ പുള്ളി? നീയോ? അല്ല സാറേ, ഇതൊരു കാർ റേസിംഗ് ഗെയിമിന്റെ പേരാ. കാർ റേസിംഗ് ഗെയിം. നിന്നെ പോലുള്ളവരാണ് ഇവിടെയൊക്കെ ഈ റോഡിൽ സകല പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ ബുക്കും പേപ്പറൊക്കെ എടുത്തിട്ട് വാ. നിനക്കെന്താ പറച്ച കിട്ടുന്നില്ലേ? ഇളകുന്നില്ലേ? ഒന്ന് വയറിളക്കി തരട്ടെ തന്നെ. എന്നാ പറച്ചോ. പറച്ചോ വേഗം പറച്ചോ. ഇത് ഇൻഷുറൻസ് ഡേറ്റ് കഴിഞ്ഞല്ല. അയ്യോ ശ്രദ്ധിച്ചില്ലായിരുന്നു സാർ. ആ വണ്ടി കൂടി അവിടെ കയറ്റിയിടേ. കുറച്ച് കഴിഞ്ഞിട്ട് വാട് കയറ്റി.